നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ പ്രാവർത്തികമാക്കിയെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന മുഖ്യമന്ത്രി അടക്കം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകളെ ഈ ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് തന്നെ കാണുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ദേശീയമാണ് വരാൻ പോകുന്ന കേരള നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട എംഎൽഎമാരുടെ ചർച്ചയിലടക്കം അതുപോലെ തന്നെ നമ്മുടെ എംഎൽഎമാരെ കൊണ്ട് ഈ വിഷയങ്ങളടക്കം കേരള നിയമസഭയിലടക്കം ചർച്ച ചെയ്തുകൊണ്ട് ഇതിനുവേണ്ടി ഗവൺമെന്റ് ശ്രദ്ധ ഉണ്ടാകുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ കേരള പ്രേരക യൂണിയൻ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്. നമുക്ക് ഇന്ന് വരാത്ത നിരവധിയാക്കാറുണ്ട്. ഈ സമരത്തിന്റെ സന്ദേശം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സഹപ്രവർത്തകരിലേക്ക് എത്തിക്കണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കണം. നിങ്ങളെല്ലാവരും അംഗങ്ങളായിട്ടുള്ള പ്രേരകമാരുടെ ഗ്രൂപ്പുകളിലേക്ക് കേൾപ്പിക്കുവാൻ കഴിയില്ല. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് അതാത് പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. സ്വാഭാവികമായിട്ടും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ ഏത് സ്ഥാനാർത്ഥി വിജയിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ആളുകളാണ് പ്രേരകമാർ. തത്വമുണ്ടോ പ്രേരകമാർ, ആശാവർക്കന്മാർ, അങ്ങനെയുള്ള ആളുകൾ നിർണായകമാണ്. ഓരോ കുടുംബവുമായി അഭേദ്യമായ അടുപ്പവും ബന്ധമുള്ള ആളുകളാണ്. അപ്പൊ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരായിട്ടുള്ള ആളുകൾ, അധ്യക്ഷന്മാരായിട്ടുള്ള ആളുകൾ, അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളായിക്കോട്ടെ, ഈ സമരത്തിന്റെ ആവശ്യം മുടക്കം കൂടാതെ നമ്മുടെ വേതനം ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേതനം കൃത്യമായി അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി അവരെല്ലാവരും നിർബന്ധിതമാകണം. അത് നിർബന്ധമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിമാൻഡ്, നമ്മുടെ ഈ സമരം വിവിധ ജില്ലകളിലായി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരം ഒരു ഉജ്ജ്വല സമരമാണ്. കേരള പ്രേരക യൂണിയൻ സംഘടിപ്പിച്ച ആദ്യത്തെ ഈ സമരം, ഈ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ നടന്ന ഈ സമരം നമ്മളെ സംബന്ധിച്ചോളം ഉജ്ജ്വലമായ വിജയമായി ഈ സമരം മാറുകയാണ്. ഈ സമരത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഈ പ്രേരകമാരുടെ സമൂഹത്തിൽ ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള ഇടപെടലുകൾ സംസ്ഥാന ഗവൺമെന്റ് കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയും നമുക്ക് സമരം സംഘടിപ്പിക്കേണ്ടി വരും. ഇനിയും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടി വരും, സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. അതിനെല്ലാം നിങ്ങളോടൊപ്പം AQC എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടാകും എന്നുകൂടി ഉറപ്പു നൽകിക്കൊണ്ട് ഈ സമരത്തെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി AQCയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയും തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ചെയർപേഴ്സണുമായിട്ടുള്ള ശ്രീ എലിസബത്ത് അസോസിയെ ക്ഷണിക്കുകയാണ്. എന്ന പേരിൽ AQC സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഏറ്റവും മഹത്തായ ഒരു സംഭവമാണ് നടക്കുന്നത്. ഇവിടെ സജിതാൽ സഖാവ് പറഞ്ഞത് ഞാൻ വ്യക്തമായി ശ്രദ്ധിച്ചെടുക്കാൻ ഏകദേശം 2000 പേരാണ് പ്രേരകമാരായി കേരളത്തിൽ അപ്പോഴപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് താഴെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പ്രേരകമാരാകാനൊക്കെ തയ്യാറായാണ് നൽകിയില്ലാതെ ഒരുപാട് വേക്കൻസീസ് കിടക്കുന്നുണ്ടെന്ന് പല സ്ഥലത്തുമുണ്ട്. ഇനി പുതിയതായിട്ട് എടുക്കുന്നുമില്ല. അപ്പോൾ ഈ പ്രേരക സാക്ഷരതാ പ്രേരകം അറിയപ്പെട്ടത് എത്രയോ വർഷങ്ങൾക്കുള്ള സാക്ഷരത പ്രേരകന്മാരെ ഇവിടെ വികസിച്ചത് അല്ലെങ്കിൽ ആരംഭിച്ചത്. ഇങ്ങനെ കുറിക്കാനുമായി തുടക്കത്തിൽ തന്നെ ഞാനിത് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ സാക്ഷരതാ പ്രേരകന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായ ഒരാളാണ്. ഒരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിലും കേരളം സാക്ഷരതയിൽ ഒന്നാമതായിരുന്നു നിങ്ങൾ കാണുന്നത്. കേരള സാക്ഷരതയിൽ ഒന്നാമത് ഇന്ത്യയിൽ ഒരു തിലകക്കുറിയായിട്ട് സാക്ഷരതയിൽ ഒന്നാമത്തെ സംസ്ഥാനം, ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കേരളം എന്നറിയപ്പെട്ടത് ഈ സാക്ഷരതാ പ്രേരകന്മാരാണ്. അതിൻ്റെ തുടക്കത്തിലുള്ള ആൾക്കാരിൽ നിന്നൊരു സജിതാലുണ്ട്. എൻ്റെ വീടിനടുത്തുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതിൽ തന്നെ കോട്ടയമാണ് കേരളത്തിലെ ഒന്നാമത് ജില്ലയിലെത്തിച്ചത്. കോട്ടയമാണ് സാക്ഷരതയിൽ ഒന്നാം ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് കോട്ടയം ജില്ലയാണ്. ഒന്നാം നമ്പറായിട്ട് കേരളത്തെ ഔന്നത്യത്തില് സാക്ഷരതയിലെ എഴുത്തും വായനയിലെ പഠനത്തില് ഇന്ത്യയിലേക്ക് തിലകക്കുറി ചാർത്തുന്നതിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നതിൽ അശ്രാന്ത പരിശ്രമം നടത്തിയ അക്ഷീര പരിശ്രമം നടത്തിയ വിഭാഗത്തിന്റെ തുടർച്ചക്കാരൻ നിങ്ങൾ 300 രൂപയ്ക്ക് പണി ആരംഭിച്ചവരിപ്പോൾ ഏകദേശം 12,000 രൂപയാണ്. ഞാനിവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 7,200 രൂപ പഞ്ചായത്തിൽ നിന്നും ബാക്കിയുള്ള 4,000 ചിട്ടം രൂപ കൊടുക്കുന്നത് സാക്ഷരതാ മിഷനാണ്. അപ്പോൾ സാക്ഷരതാ മിഷൻ ഇങ്ങനെ എഴുതി കുത്തി കറങ്ങിയൊക്കെ വരുമ്പോഴേക്കും ഈ 4,800 രൂപ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ എത്രയോ മാസങ്ങൾ കഴിയും. അപ്പോൾ ഇത്രയും മാസം ഈ 7,200 രൂപയ്ക്ക് സ്ഥിരമായി 10 മണി മുതൽ 5 മണി വരെ പഞ്ചായത്തിൽ നടക്കുന്ന
എല്ലാ ദൈനംദിന കാര്യക്രമ പരിപാടികളിലും സജീവ സാന്നിധ്യം ഇന്ന ജോലിയൊന്നുമില്ലല്ലോ, ഇന്ന ജോലിയൊന്നുമില്ല. പഞ്ചായത്തിലെ എല്ലാ പരിപാടികളിലും നിറസാന്നിധ്യമായി നിൽക്കേണ്ട നിങ്ങളാണ്. നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു പ്രസന്ന ഭാവം വരുത്തി അവിടെ കിട്ടിയാലും ഇല്ല, സുഖ കിട്ടിയാലും കൊള്ളാം, വേദന കിട്ടിയാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. രാവിലെ 10 മണിക്കാണ് പഞ്ചായത്തിലുണ്ടാകണം, വൈകുന്നേരം 5 മണിക്ക് തന്നെ ഇറങ്ങാൻ സാധിക്കുമെന്ന് ഉറപ്പില്ല. അവിടെ നടക്കുന്ന കാര്യപരിപാടികളുടെ എല്ലാം ശേഷക്കാരായി ഇറങ്ങുന്നത്. പക്ഷെ നിങ്ങളുടെ മുഖത്ത് ഒരു കൈകര്യം ഉണ്ടാവില്ല. നിങ്ങൾ വളരെ പ്രസന്നരായി, നമുക്ക് സ്ത്രീകളാണല്ലോ ഇതിൽ ഭൂരിഭാഗമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ മുഖത്ത് എപ്പോഴും ഒരു പ്രസന്നത ഉണ്ടാവും. അവരാരോട് പ്രത്യേകിച്ച് പരാതി പറയും. ഇത്രയും ദൂരപ്പെടുന്ന സബ്ജക്റ്റ് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിങ്ങൾ എത്തണമെങ്കിൽ എത്രമാത്രം മനസ്സിൽ തട്ടുന്ന വേദന ഉണ്ടായിട്ടായിരിക്കണം എന്നുള്ള കാര്യത്തിലാണ്. ഒരു കാര്യം പറയും, പുതുതായിട്ട് രൂപീകരിച്ച് രൂപീകരിച്ച് നിങ്ങളെ ഇങ്ങനെ തട്ടുകൂട്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ATC ഒരു പ്രത്യേകതയുണ്ട്. ATC ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അങ്ങേയറ്റവും തൊഴിലാളികളുടെ പക്ഷത്ത് നിൽക്കും. അങ്ങനെ ഇടയ്ക്ക് നമ്മൾ അവസാനിപ്പിക്കുക. അതെന്താണോ പറയാനുള്ളത്? നമ്മുടെ KP രാജേന്ദ്രൻ സഖാവിനെ പരിചയപ്പെടുത്തിയത് മുൻ MLA ആണ്, മുൻ റവന്യൂ മന്ത്രിയാണ്. അപ്പോൾ ഈ മന്ത്രി എന്ന് പറയുന്നത് ATCയുടെ മുൻ മന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ATCയുടെ ജനറൽ സെക്രട്ടറിയായിട്ട് തലപ്പത്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണമെന്താണ് നിങ്ങൾക്കറിയാവും. ഭരണപരമായ ഏതെല്ലാം പഴുതുകളുണ്ടെന്ന് വ്യക്തമായി പറഞ്ഞു. ആ പഴുതുകളെല്ലാം പറഞ്ഞ് നേരത്തെ സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു കേസ് കൊടുത്ത് ഒരു പരാതി കൊടുത്ത് അവിടെ കിടക്കട്ടെ, അതൊരു ചോദിക്കുന്ന അവിടെ കിടക്കട്ടെ, അതൊരു പ്രശ്നമായിട്ട് അവിടെ കിടക്കട്ടെ. അപ്പം ഏത് പഴുതുകളിലൂടെ തൊഴിലാളിക്ക് വേണ്ട കാര്യങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കുമെന്നുള്ള തെളിയിക്കുകയും കൂടെ കൊണ്ടു നടത്താനും സഖാവിന് നല്ല നൈപുണ്യം ഉണ്ടാകും. നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുമാണ്. നിങ്ങളുടെ തൊഴിലിൻ്റെ ഒരു ഭാഗമാണല്ലോ നിങ്ങൾ തുടർ പദ്ധതി, തുടർവിന്യാസം, അതായത് എന്താ പറയുക, തുടർ പദ്ധതി എന്നാണ് പറയുന്നത്. തുടർ വിന്യാസം നടത്തുന്നുണ്ട് പഠനത്തിൽ. 7ാം ക്ലാസ് ഉണ്ട്, 4ാം ക്ലാസ്, 7ാം ക്ലാസ്, 10ാം ക്ലാസ്, +2. വലിയൊരു കൂട്ടുകാരുണ്ട്, അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റിന്. അപ്പോൾ അഡ്വക്കേറ്റാണ്. അപ്പോൾ അഡ്വക്കേറ്റായൊരു അരൂർ പഞ്ചായത്തിൽ സാക്ഷരത പ്രകടനം. ഞാൻ ചോദിക്കും, ഇനി എന്താ ഇത് കുറേ നടക്കുന്നത്, എനിക്ക് അത്രയും ദിവസം പ്രാക്ടീസിന് പോകാമെന്നിരിക്കുന്ന പറഞ്ഞ എന്താണെന്നാണ്. സാക്ഷരത പ്രേരക്കായി വന്നിട്ടുള്ള ഒരു വ്യക്തിയും അതിൽപ്പെട്ടു പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നത് അത് ജനങ്ങളോടുള്ള ഒരു അദമ്യമായ ആത്മാർത്ഥതയാണ്. എഴുത്ത് വായന അറിയാത്ത 60 വയസ്സുള്ള, 70 വയസ്സുള്ള, 80 വയസ്സുള്ള, 90 വയസ്സുള്ള അമ്മച്ചിമാരൊക്കെ 4ാം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എഴുത്തുവാൻ അറിയില്ല. ഞങ്ങൾ അവരോടൊപ്പം ഇരുന്ന് അവർ 4ാം ക്ലാസ് പാസ്സാക്കി, 7ാം ക്ലാസ് പാസ്സാക്കി, പിന്നെ 10ാം ക്ലാസ് പാസ്സാക്കി കഴിയുമ്പോൾ അവർ ഞങ്ങൾക്ക് തരുന്ന ഒരു അംഗീകാരമുണ്ട്, ഒരു സ്നേഹമുണ്ട്. അത് ഞങ്ങൾക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ തികച്ചും സമൂഹത്തോടുള്ള പ്രതിബദ്ധത തന്നെയാണ് നിങ്ങളിങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊണ്ടൊരു വീട്, നിങ്ങൾക്കൊണ്ട് ആവശ്യങ്ങൾ, നിങ്ങൾക്കെൻ്റെ മക്കൾ, ആ മക്കള് രാവിലെ അമ്മ പോകുമ്പോൾ സമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾ വലിയ ആൾക്കാരാണ് അല്ലേ? എവിടെയാ ജോലി? പഞ്ചായത്തിലാണ്. നേരത്തെ എവിടെയായിരുന്നു? ബ്ലോക്കിലായിരുന്നു. പഞ്ചായത്തിലല്ല. നമുക്ക് മനുഷ്യനെ കാണുമ്പോൾ വിചാരിക്കുന്നത് പഞ്ചായത്തിൽ ജോലിയല്ലേ, നമ്മൾ ശമ്പളവും കാര്യമൊക്കെ ഉണ്ടാവും. രാവിലെ പോകുന്നുണ്ട്, വൈകുന്നേരം വരെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവരൊന്നും സംഭവം വന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ തുച്ഛമായ പൈസ കൊണ്ടാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഈ വരുമാനത്തിനാണ് നമ്മുടെ കറണ്ട് ബിൽ ഇറങ്ങുന്നത്. ഈ വരുമാനം കൊണ്ടാണ് നമ്മുടെ വെള്ളത്തിൻ്റെ ബിൽ ഇറങ്ങുന്നത്. ഈ 15,000 രൂപയിൽ കിട്ടുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. നമ്മൾ സമരം ചെയ്തതിന് നമ്മുടെ ഡിമാൻഡ് നോട്ടീസ് അതിനായിരുന്നു. ഇപ്പോൾ 12,000 നിൽക്കുന്നത് നേരത്തെ പറഞ്ഞോളം മുഴുവൻ കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ കറണ്ട് ബില്ലിന് കുറവൊന്നുമില്ല, വെള്ളത്തിൻ്റെ ബില്ലിന് കുറവില്ല. അരിയുടെ വില കൂടിക്കൂടിയാണ് വരുന്നത്, പലവ്യഞ്ജനത്തിൻ്റെ വില കൂടിക്കൂടിയാണ് വരുന്നത്, സ്കൂളിലെ ഫീസ് വർദ്ധിച്ചാണ് വരുന്നത്. നമ്മൾ ഉടുക്കേണ്ട, നമ്മൾ എല്ലാ ദിവസവും ജോലിക്ക് പോകണ്ടേ, നല്ല വസ്ത്രം ഉടുക്കല്ലേ പോകാൻ സാധിക്കുള്ളൂ, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണ്ടേ, സോപ്പിൻ്റെ വില കൂടിയല്ലേ വരുന്നത്, വസ്ത്രത്തിൻ്റെ വില കൂടിയല്ലേ വരുന്നത്. പ്രാഥമികമായ പലരും വാടക കെട്ടിടത്തിലാണ് വീടുകളിലാണ് താമസിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു. ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കാനുള്ള പൈസ പോലെ കഴിഞ്ഞിട്ടില്ല പലപ്പോഴും. അപ്പോൾ അടിയന്തരമായ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ ഓണറേറിയം തികയാതെ വന്നപ്പോഴാണ് നിങ്ങൾ ATCയിലേക്ക് വന്നത്. ATCയിൽ നിങ്ങൾ ഡിമാൻഡ് പറഞ്ഞത്, നിങ്ങളുടെ ആവശ്യം പറഞ്ഞത്. രണ്ടാമത്തെ സമരങ്ങൾ സംഘടിപ്പിക്കേണ്ടി വന്നത്. ഈ സമരം സംഘടിപ്പിക്കുമ്പോൾ നിങ്ങൾ വിഷമം വിചാരിക്കരുത്. എന്താണെന്നറിയാവും, നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് വന്ന് ഇന്നാളെ സർക്കാർ ശ്രമിക്കുന്നു. നമ്മൾക്ക് പറയാനുള്ള സെക്രട്ടറിയേറ്റ് പഠിച്ചു വന്നതെന്ന് പറഞ്ഞ് ഡിമാൻഡായി അവിടെ പറഞ്ഞ നിയമസഭയിൽ ആവശ്യമില്ലേക്കെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇവിടെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലാളികളുള്ള ഈ സംസ്ഥാനത്ത് നമ്മളെ മാത്രം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അത്ര
എന്ത് ചെയ്യണം? കരയുടെ കുഞ്ഞിനെ പാലൂർ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാൻ തക്ക വിധത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ ഈ സംസ്കാരത്തിലേക്ക് നമ്മൾ ഈ സമരത്തിലേക്കൊക്കെ ഏർപ്പെടാൻ തയ്യാറാകും. ഇവിടെ വന്നിരിക്കുന്ന സജികാരനുകൾ ഇതിന്റെ സെക്രട്ടറിക്ക് അത് നിസ്സാരകാര്യമല്ല, ഇതിന്റെ ഭാരവാഹികൾക്ക് നിസ്സാരകാര്യമല്ല, ഇത്രയും പേരെ ഇത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ടാണ് നിസ്സാരകാര്യം. നിങ്ങൾ സമയത്തില്ല, നിങ്ങളുടെ അത്യാവശ്യം തന്നെയാണ്. നിങ്ങളുടെ അത്യാവശ്യത്തിന് ഞങ്ങൾ കൂടെ ഏറ്റുവെച്ച് കൂടെ ഉണ്ട്. ഇത് നടക്കുന്ന സംസ്ഥാന ഭാരവാഹികളാണ് അവിടെ ഞാനിപ്പോൾ പോകും. അവിടെ ഏറ്റിട്ടുള്ള വിഷയം ഉന്നയിക്കുന്നത് അപ്പോൾ അവിടെ വേറെ തീരുമാനം കൈക്കൊള്ളും. കുറച്ചുകൂടി പ്രബലമായിരിക്കും എങ്ങനെ മുന്നേറണമെന്ന് ചർച്ച വരും. അതാ പറഞ്ഞത്, നിങ്ങളുടെ കൂടെയുണ്ട്, ഒപ്പമുണ്ട്. നിങ്ങളെ വഴിയാണ് നടമാക്കാനല്ല, വഴി ഉപേക്ഷിക്കാനല്ല, എപ്പോഴും കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് APC സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി വിഭാവനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഈ സമരത്തെ അനുവാദം ചെയ്തുകൊണ്ട് കേരള ട്രേഡ് യൂണിയനിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി രാജീവ് പ്രിയപ്പെട്ട നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് APC സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ഉദ്ഘാടനത്തോടെ കടന്നുപോയ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, ആദ്യമായിട്ട് അർപ്പിക്കാൻ ചേർന്ന KC ജയപാലൻ, അല്പനേരത്തിന് മുമ്പ് സംസാരിച്ച തൊഴിലാളി ക്ഷേമനിധിയുടെ സംസ്ഥാന ചെയർമാൻ കൂടിയായ കൂടിയായ സഖാവ് ഗീതാകർകുമാർ സോളമൻ വെട്ടുന്നത് ഉൾപ്പെടെ ഈ സംഘടനയുടെ നേതാക്കന്മാരായി വർക്ക് ചെയ്യുന്ന KP അശോകൻ, കോട്ടയത്തെ ഏറ്റവും പ്രിയപ്പെട്ട അശോകൻ, ഇസ്മായിൽ ഉൾപ്പെടെ സംസ്ഥാന ട്രഷറർ ബിന്ദു ഉൾപ്പെടെ ധർമ്മരാജ്, ദിനേശൻ ഉൾപ്പെടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, APCയുടെ നേതൃത്വത്തിൽ നമ്മുടെ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്ഷോഭ പരിപാടിയാണ്. ഈ സമരത്തിന് ആധാരമായ വിഷയത്തെ സംബന്ധിച്ചൊക്കെ തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച സഖാക്കൾ സൂചിപ്പിക്കുകയുണ്ടായി.